ഗുഡ് ഈവനിങ് മൈ ഡിയർ പ്രീമിയം ഡയമണ്ട്സ്. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സെഷനിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ എക്സ്പീരിയൻസ് ഒരു റിവ്യൂവിൻ്റെ ഭാഗമായി ഷെയർ ചെയ്തത്. റിയൽ ടോക്ക് സക്സസ് ജേണിയിലിട്ട് എനിക്ക് അവസരം കിട്ടിയത് എൻ്റെ സഹപാഠിയായ ഹാരിസിലൂടെയാണ്. അതിന് ഞാൻ ആദ്യമായി ഹാരിസിനോട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ റാഷിദ് സാറും ഇതിലോട്ട് വരുന്നതിന് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ മെൻറ്ററായ LVK സാറിൻ്റെ അടുത്തും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ യൂണിവേഴ്സിനോടും ഞാൻ ആദ്യമായി എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ്. ഇവിടെ ഈ പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രീമിയം ഡയമണ്ട് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഈ മീറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ എൻ്റെ സമപ്രായക്കാരെയോ മാത്രമല്ല ഞാൻ കാണുന്നത്, അതിൽ പ്രായമുള്ള ആൾക്കാരെ കാണുന്നത്. അതായത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ജീവിതത്തിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ പോലും, സ്കൂൾ കുട്ടികൾ, വിവിധ തലത്തിലുള്ള കുട്ടികളെയും കാണുന്നുണ്ട്. അവരുടെ എനർജി വൈബ്രേഷനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് താഴെയുള്ള കുട്ടികളെയും അതുപോലെ ജ്ഞാനവൃദ്ധന്മാരെന്ന് നമുക്ക് പറയുന്ന ടീച്ചേഴ്സ്, അതായത് റിട്ടയർ ചെയ്ത ശേഷം വീണ്ടും സെക്കൻഡ് ഇന്നിങ്സിലോട്ട് വരുന്നവരെയും കാണുന്നു. വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണിത്. അതായത് സമ്പത്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പണമല്ല, സമ്പത്ത് എന്ന് പറയുന്നത് വ്യക്തിത്വ വികാസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മീറ്റായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ അനുഭവം എനിക്ക് മനസ്സിലാവുന്നത്. ഇന്ന് നമ്മളെ പഠിപ്പിച്ച വിഷയത്തിലൊരു പ്രധാനമായത് വൈബ്രേഷണൽ എനർജിയെക്കുറിച്ചാണ്. എനർജിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഊർജ്ജതന്ത്രത്തിൽ ഫിസിക്സിൽ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. നമ്മൾ എനർജിയാണ് ലോകം മുഴുവൻ. എനർജിയിൽ നിന്നാണ് നമ്മുടെ ഭൂമി തന്നെ ഉണ്ടായിരിക്കുന്നത്. മൊത്തം യൂണിവേഴ്സും എനർജിയുടെ പ്രഭാവത്താലാണ് നീങ്ങുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചു കാണും, കോളേജുകളിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അതർ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എനർജിയെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാൻ സാധിക്കില്ല, ഉണ്ടാക്കാനും സാധിക്കില്ല. കാരണം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ദൈവം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ആ എനർജിയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരുടെയും ഓരോ ജീവജാലത്തിൻ്റെയും ഉള്ളിൽ എനർജിയുണ്ട്. ഇപ്പോൾ ഒരു മേശയിൽ എനർജിയുണ്ട്, അത് ജഡമായ എനർജിയാണ്. ജഡവസ്തുവാണ് ജഡമായ എനർജി. അത് മൂവ് ചെയ്യുന്നില്ല, അതിലും എനർജിയുണ്ട്. അതുപോലെ മനുഷ്യനിൽ ജീവിക്കുന്ന വസ്തുവിൽ എനർജിയുണ്ട്, മൃഗങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട്, എല്ലാത്തിലും എനർജിയുണ്ട്. ആറ്റം ഇതാണ്, എനർജിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ എനർജി എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അതാണ് ഈ ക്ലാസ്സിലൂടെ ഇന്ന് വിനീഷ് സാർ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ, എനർജി എങ്ങനെ വൈബ്രൻ്റ് ആക്കി മാറ്റാം. നമ്മൾ ആ എനർജിയുടെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജിയെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ വൈബ്രൻ്റ് ആക്കി മാറ്റുമ്പോൾ, നമ്മൾ നല്ലൊരു മ്യൂസിക് കേൾക്കുന്നു, വൈബ്രൻ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ തനിയെ ആടിപ്പോകുന്നു, ചിന്തിച്ചു പോകുന്നു, ഡാൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജി നമ്മളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് റേഡിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലോട്ട് പ്രസരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാകും. അങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളൊരു നല്ല നേതാവിനെ കാണുന്നു, നേതാവിൽ നിന്നും എനർജി പ്രസരിക്കുന്നതുകൊണ്ടാണ്, റേഡിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നത്. അതേസമയം നെഗറ്റീവായിട്ടുള്ള റേഡിയേറ്റ് ചെയ്യുന്ന എനർജി വരുന്ന ആൾക്കാരുണ്ട്. അതെപ്പോഴും നമ്മുടെ പോസിറ്റിവിറ്റിയെ തളർത്തുന്നു. അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല എനർജിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും, നമുക്ക് എഫിനിറ്റി തോന്നുന്നെങ്കിൽ നമ്മുടെ കൂടെ ധാരാളം ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിത ബന്ധാവിൽ നമ്മൾ ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടാത്തത്? ചിലരെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ചിലവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. കാരണം അത് നമ്മുടെ എനർജിയും അവരുടെ എനർജിയും നമ്മൾ വൈബ്രേഷൻ വേവ് ലെങ്ത് മാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളുമായി ഇഷ്ടത്തിലാവുന്നതും. നമ്മുടെ ബിസിനസ് പാർട്ട്ണർ ആവട്ടെ, ലൈഫ് പാർട്ട്ണർ ആവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരാകട്ടെ, നമ്മളിപ്പോൾ പല തരത്തിൽ കാണുന്ന ആൾക്കാരെ നമ്മൾക്ക് അവരോട് ഇഷ്ടം തോന്നുന്നതും അടുപ്പം തോന്നുന്നതും എഫിനിറ്റി തോന്നുന്നതും ഈ എനർജിയുടെ മാച്ച് കാരണമാണ്. എനർജിയുടെ മിസ്മാച്ച് ഉണ്ടാകുമ്പോഴാണ് തർക്കങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുന്നത്. ലോകത്ത് കൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ലോകം നശിക്കുന്നത്. അപ്പോൾ കൺഫ്ലിക്റ്റുകളെ ഇല്ലാതാക്കി, സമരസപ്പെടുത്തി, വേവ് ലെങ്ത് ഈക്വലാക്കി നല്ല എനർജി വൈബ്രേറ്റ് ചെയ്യാം. അത് എങ്ങനെ എന്ന് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി വരും ക്ലാസ്സുകളിലും കൂടുതൽ ഈ എനർജിയുടെ വൈബ്രേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് LVK സാർ നമ്മളെ എനർജി വൈബ്രേഷനിലോട്ട് കൊണ്ടുപോയത്? ധാരാളം പ്രോഗ്രാമുകളുണ്ട്. നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം ഒന്ന്, നമ്മൾ തേഴ്സ്ഡേ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാം, നമ്മൾക്ക് റെഗുലറായി ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളാണ്. പല ഇൻസൈറ്റുകളും അതിൽ നിന്ന് ലഭിക്കുന്നു. എന്ത് ലഭിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അറിയാത്തവർ ജോയിൻ ചെയ്യട്ടെ, മനസ്സിലാക്കട്ടെ. കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല, ഇത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പ്രോഗ്രാമാണ് ഇതുപോലുള്ള ഓഫ്ലൈൻ മീറ്റുകൾ, ക്ലാസ്സുകൾ, ഡയറക്റ്റ് ക്ലാസ്സുകൾ.
അതിൽ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് എനർജി എന്താണ്, എങ്ങനെയാണ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് വിജയത്തിലെത്തുന്നത്, എങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലൂടെ നമ്മൾ ബിസിനസ്സിലോട്ട് എത്തുള്ളൂ. ഏത് സംരംഭകനായാലും എന്ത് പ്രവൃത്തി ചെയ്യുന്ന ആളായാലും പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ലൈഫ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ബിസിനസ്സിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ഇതിനെയൊക്കെ ഇഗ്നൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കാം, മൈൻഡിൽ നിന്ന് എങ്ങനെ എനർജി റേഡിയേറ്റ് ചെയ്യാം, അത് മനസ്സിലാക്കുന്നതിനാണ് നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് എ ഡേ വിത്ത് ലയൺ എന്ന വളരെ മോർണിംഗ് സെഷൻ. നമുക്ക് 1 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിറ്റേഷനിലൂടെ ആ മെഡിറ്റേഷൻ്റെ അനുഭവം അതിൽ പങ്കെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അത് വൈകിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ്റെ സുഖമൊന്നും കിട്ടില്ല. കാരണം ഇന്നിപ്പോൾ മെഡിറ്റേഷൻ അതേ മെഡിറ്റേഷൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വൈകിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു. ആ മെഡിറ്റേഷനിൽ സുഖം ഉണ്ടായെങ്കിലും ആ അനുഭവം അല്ല രാവിലെയുള്ള മെഡിറ്റേഷനിൽ അനുഭവിക്കുന്നത്. കാരണം ഞാനതിനകത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇന്ന് രാവിലെ മെഡിറ്റേഷനിൽ പങ്കെടുത്ത് ചെറിയൊരു ബ്രേക്ക് എനിക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വീണ്ടും അത് റീഗെയിൻ ചെയ്ത് വന്നു. അപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്താ വെച്ചാൽ, മെഡിറ്റേഷൻ അവസാനിക്കുമ്പോൾ ഇത് വാക്വം ഉണ്ടായി. സാധാരണ വാക്വം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. വാക്വം നമ്മളില്ലാതാകുന്ന ഒരവസ്ഥ. ഇന്ന് എനിക്ക് കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ലോകത്തിലോട്ട് തിരിച്ചു വരൂ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് യൂണിവേഴ്സുമായിട്ട് ദൈവവുമായിട്ട് അടുത്ത് വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയുള്ള ചില വേർഡ്സുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്കറിയാം മെർക്കുറി ഡ്രോപ്പല്ല ഞാൻ പറയണത്, മെർക്കുറി മാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കും. ആ മനുഷ്യനെ മെർക്കുറിയിൽ നിന്ന് ഉണ്ടാക്കി അദ്ദേഹം മരിക്കണ ഒരു ഇതുണ്ട്, മെർക്കുറി ഒഴിക്കും. അപ്പോൾ ഒരു മിറർ പോലെ തോന്നും. മിറർ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന മിററല്ല, ഒരു സ്ഫടികം പോലെ ഉണ്ടാവുകയും ആ അനുഭവം അതുപോലെ സ്ഫടികമായ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ ചുറ്റുപാട് മൊത്തം ഒരു മെർക്കുറി പോലെ കാണുകയും, എന്നെ കാണുന്നില്ല, ആ മെർക്കുറിയാണ് ഞാൻ മൊത്തത്തിൽ കണ്ടത്. അതുപോലെയുള്ള ഒരു അനുഭവം ഇന്ന് രാവിലെയുള്ള മെഡിറ്റേഷനിൽ എനിക്കുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായി നമ്മളെ അത്രയും അടുക്കുകയും യൂണിവേഴ്സും നമ്മളും ഒന്നാണ് ശരിക്കും. കാരണം എനർജി രണ്ട്, യൂണിവേഴ്സിൻ്റെ എനർജിയും നമ്മുടെ ഉള്ളിൽ പ്രസരിക്കുന്ന എനർജിയും ഇന്ന് ഒന്നായ ഒരു അനുഭവമാണ് ഇന്ന് രാവിലെ എനിക്ക് തോന്നിയത്. അത് ഈ മെഡിറ്റേഷൻ്റെ ഒരു ഗുണമാണ്. ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ അനുഭവ തലങ്ങളിലൂടെ കടക്കാൻ കഴിയും എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു. എന്താണ് ഒരു മെൻറ്ററിൻ്റെ പ്രസക്തി, എന്താണ് റിയൽ ടോക്കിൻ്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു സ്റ്റോറി ആലോചിക്കാം. മൈക്കൽ ആഞ്ചലോ എല്ലാവർക്കും അറിയാം. മൈക്കൽ ആഞ്ചലോ ആരാണെന്ന്? മൈക്കൽ ആഞ്ചലോ വലിയ സ്കൾപ്റ്ററാണ്, അദ്ദേഹം ശില്പിയാണ്, ആർട്ടിസ്റ്റാണ്. ഒരു സാധാരണക്കാരനായ ഒരു പയ്യനായിരുന്നു മൈക്കൽ ആഞ്ചലോ. ഞാൻ കേട്ട കഥയാണ്, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതല്ല. മൈക്കൽ ആഞ്ചലോ ഒരു വഴിയരികിൽ ഇരുന്ന് ഒരു പാറക്കഷ്ണം എടുത്ത് അവിടെ എന്തോ ചെയ്യുമായിരുന്നു. പുള്ളി ചെറിയ പയ്യനായിരുന്നു. അപ്പോൾ ഫ്ലോറൻസിലെ രാജാവ് ഒരു പ്രഭു അതുവഴി വന്നപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ആ കുട്ടിയുടെ അടുത്ത്. കുട്ടി നീ പോടാ എന്നല്ല പറഞ്ഞത്, എന്താണ് ഞാനൊരു ശില്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. ആ കുട്ടിയെ രാജാവ് ആ കുതിരവണ്ടിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഒരു ശില്പിയെ ഏൽപ്പിച്ചു. പിന്നെ ശില്പം ഉണ്ടാക്കുന്നതിനാവശ്യമായ ടൂൾസും, ശില്പം ഉണ്ടാക്കണമെങ്കിൽ പാറക്കഷ്ണങ്ങൾ ഇതൊക്കെ വേണമല്ലോ, കല്ലുകൾ, അത് കൊടുത്തു. അതിൽ നിന്നാണ് മൈക്കൽ ആഞ്ചലോ നല്ലൊരു ശില്പത്തെ കൊത്തിയെടുത്തത്. അങ്ങനെയാണ് മൈക്കൽ ആഞ്ചലോ വളർന്നത്. അന്ന് അദ്ദേഹത്തിന് ഈ രാജാവ് കണ്ടില്ലായിരുന്നുവെങ്കിൽ, കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന മൈക്കൽ ആഞ്ചലോ പറക്കില്ലായിരുന്നു. അദ്ദേഹം ചിലപ്പോൾ ആ രാജാവിൻ്റെ അടുത്ത് തട്ടിക്കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോയില്ല. അങ്ങനെ മൈക്കൽ ആഞ്ചലോയെ കൊണ്ടുപോവുകയും മൈക്കൽ ആഞ്ചലോ ഒരു ശില്പം നിർമ്മിച്ച് വലിയൊരു ശില്പിയായി മാറുകയും ചെയ്തു. അതിൽ 2 സ്റ്റോറിയാണുള്ളത്. ഒന്ന് ശില്പി എല്ലാ പാറക്കഷ്ണങ്ങളിലും ശില്പമുണ്ട്, എല്ലാ സാധനങ്ങളിലും എന്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒബ്ജക്റ്റിലെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ശില്പം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ അതിനകത്തൊരു ശില്പത്തെ കാണുന്നില്ല, ഞാനൊരു രൂപത്തെ കാണുന്നില്ല, ഞാൻ വെറും ഒരു പാറക്കഷ്ണത്തെ കാണുന്നത്. ഒരു മെൻറ്റർ എന്ത് ചെയ്യുന്നു? മെൻറ്റർ എന്നിലുള്ള അല്ലെങ്കിൽ നിങ്ങളിലുള്ള നമ്മളിലുള്ള ശില്പത്തെ, നമ്മളുള്ള ആ കലാവിരുദിനെ, ആ ശില്പത്തെ കണ്ടെത്തി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചിസിൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ് മാറ്റി ആ ശില്പത്തെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മളിലുള്ള ശക്തിയെ, എനർജിയെ, നമ്മളുള്ള കഴിവിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി ആവശ്യമുള്ളവയെ എടുത്ത് നമ്മളെ ഒരു ശില്പമാക്കി, നല്ല മൂല്യമുള്ള ശില്പമാക്കി, മൂല്യമുള്ള വജ്രമാക്കി മാറ്റുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെൻറ്റർ LVK സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്യയുടെ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് നമ്മളെ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിലൂടെ വളരെ ഷോർട്ട് സ്പാനിലൂടെ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോർഗിവ്നെസ്സിൻ്റെയും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും പവറാണ്.
നമ്മൾ പലപ്പോഴും നന്ദി പറയാറില്ല. ഏറ്റവും നന്ദി കെട്ട സമൂഹം എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നാണ് പല വേദഗ്രന്ഥങ്ങളും ഖുർആൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ് നന്ദിയില്ലാത്തത്. രാവിലെ നമ്മൾ കിടന്നുറങ്ങുന്നതല്ലാതെ പ്രാർത്ഥിക്കാൻ പോകാറില്ല, നമ്മൾ ഉറങ്ങുകയാണ്, ഒന്നും ചെയ്യാറില്ല. അതാണ് നന്ദി കെട്ടവനെന്ന് അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ പറയുകയാണ്. നമുക്ക് നന്ദിയില്ല, എന്ത് ലഭിച്ചാലും നമ്മൾ കിട്ടാത്തതിനെ കുറിച്ചാണ് പരാതിപ്പെടുന്നത്. നമ്മൾക്ക് ഇത്രയും എബണ്ടൻസ് തന്നു, എന്നിട്ടും നമ്മൾ പറയുന്നത് നമുക്കൊന്നുമില്ല. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് എഴുതുന്നപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പേജുകൾ മതിയാകുന്നില്ല, സമയങ്ങൾ മതിയാകുന്നില്ല. അപ്പോഴെന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഒരു ഡേ തന്നെ ഇത്രയും എബണ്ടൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ ഇല്ലായ്മയല്ല ഉള്ളത്, കൂടുതലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ മനസ്സിലാവുകയും അതുവഴി നമ്മുടെ മനസ്സ് എബണ്ടൻസ് വഴി നമ്മുടെ മനസ്സ് സമ്പന്നമാവുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യത്തെ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ അകത്തുണ്ടെങ്കിലും അതിനെ നമ്മൾ തെളിമയോടുകൂടി കാണിച്ചു തന്നത് ഈ ട്രെയിനിങ് ആണ് എന്നതൊരു വസ്തുതയാണ്. മറ്റൊന്നാണ് ഫോർഗീവ്നെസ്, പുറത്തു കൊടുക്കുക. നമ്മൾക്കെതിരായി ചെയ്താലും നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെയാണ് നന്നാക്കുന്നത്. നമ്മുടെ വെറുപ്പിൻ്റെ അംശത്തെ അല്ലെങ്കിൽ മോശമായ അനുഭവത്തെ നമ്മൾ ദൂരീകരിക്കുന്നത് വഴി നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ക്ലാരിറ്റി ഉള്ളൊരു തോട്ടും നമ്മൾ ക്ലീനായ മൈൻഡും ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ പുരോഗതിയിലോട്ട് പോകാനും സാധിക്കും. അതാണ് ഫോർഗീവ്നെസ്സിൻ്റെയും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും പ്രസക്തി. ഇതൊക്കെ നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാലും നമുക്കൊരു ക്യാൻവാസ് വേണം. ആ ക്യാൻവാസ് വരണമെങ്കിൽ ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഉളിയുണ്ടാവാം, വടിയുണ്ടാവാം, ആയുധങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ അവസരങ്ങൾ ഒരുക്കി തരണം. ദൈവം എപ്പോഴും അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. നേച്ചർ നമ്മുടെ ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ അവസരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ആ അവസരങ്ങളെ കാണാനുള്ള കണ്ണ് വ്യക്തമായി തുറപ്പിച്ചുകൊണ്ട് നല്ല നേർക്കാഴ്ചയിലൂടെ കാണിക്കുകയാണ് റിയൽ ടോക്ക് ഈ ജേണിയിലൂടെ നമുക്ക് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ജേണിയെ സക്സസ്ഫുള്ളായി ഉപയോഗിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ജേണിയുടെ ഭാഗമാകാൻ സാധിച്ചതിലും നിങ്ങളോടൊത്ത് ഈ മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു ആൾ.